ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഭക്തിയുടെ നിറവിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. കല്ലുടുമ്പിൽ കുടുംബക്ഷേത്രമായ നെടുങ്ങപ്ര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു പൊങ്കാല സമർപ്പണം. സർവവിഷ്ടവരദായിനിയും സർവമംഗളകാരിയുമായ ശ്രീഭദ്രകാളി ദേവിയും ശ്രീ ഭുവനേശ്വരി ദേവിയും 2 ശ്രീകോവിലുകളിൽ വാണരുളുകയും മറ്റ് ഉപദേവതകളും ശിവഭൂതഗണങ്ങളും ഉപാസനാമൂർത്തികളും കൂടിക്കൊള്ളുന്ന നെടുങ്ങപ്ര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് നാരായണൻ തന്ത്രികളുടെയും മേൽശാന്തി അനന്തുശാന്തി കലയാങ്കുളത്തിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. കല്ലിടുമ്പിൽ കുടുംബത്തിലെ ഭരദേവതയായിരിക്കുന്ന നെടുങ്ങപ്ര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഇന്ന് പൂരം നാളിൽ, കുംഭമാസത്തിലെ പൂരം നാളിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇവിടുത്തെയും പൊങ്കാലയുള്ളത്. അപ്പോൾ ഇന്ന് പൊങ്കാല നടക്കുകയാണ്. ഈ പൊങ്കാലിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും വളരെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് സർവാഭീഷ്ടദായിനിയായിരിക്കുന്ന ഈ ഭഗവതിയുടെ എല്ലാവിധ അലങ്കാരങ്ങളോടുള്ള ദർശനവും ഒക്കെ കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്ത്രീകൾ വ്രതം നോറ്റ് അമ്മയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാല സമർപ്പണം നടത്തി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്ന ദിവസം തന്നെയാണ് നെടുങ്ങപ്ര ഭഗവതി ക്ഷേത്രത്തിലും പൊങ്കാല മഹോത്സവം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പൊങ്കാല തിളച്ചു തൂകിയാൽ ഐശ്വര്യം എന്നാണ് വിശ്വാസം. നാടിൻ്റെ ഐശ്വര്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കുമെല്ലാം ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നു. മാർച്ച് 2-ന് ആരംഭിച്ച തിരുവുത്സവം മാർച്ച് 4-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.